ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. ഓപ്ഷൻസ് 1949, 1950, 1951, 1952. ആൻസർ 1950. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1950. 1938 ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്നു. ഹരിപുര INC സമ്മേളനത്തിലാണ്. 1938 ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്നു. ഹരിപുര INC സമ്മേളനത്തിൽ. ദേശീയ ആസൂത്രണ കമ്മിറ്റി എന്ന ആശയം അവതരിപ്പിച്ചത് മേഘനാഥ് സാഹ. ദേശീയ ആസൂത്രണ കമ്മിറ്റി എന്ന ആശയം അവതരിപ്പിച്ചത് മേഘനാഥ് സാഹ. 1946 ഇന്ത്യയിൽ നിലവിൽ വന്ന ഇടക്കാല ഗവൺമെൻറ് രൂപീകരിച്ച അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാൻ KC നിയോഗി. 1946 ഇന്ത്യയിൽ നിലവിൽ വന്ന ഇടക്കാല ഗവൺമെൻറ് രൂപീകരിച്ച അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാൻ KC നിയോഗി. സോവിയറ്റ് യൂണിയൻ്റെ ദേശീയ ആസൂത്രണ മാതൃകയാണ് ഇന്ത്യ ആസൂത്രണ കമ്മീഷൻ രൂപീകരണത്തിന് സ്വീകരിച്ചത്. സോവിയറ്റ് യൂണിയൻ്റെ ദേശീയ ആസൂത്രണ മാതൃകയാണ് ഇന്ത്യ ആസൂത്രണ കമ്മീഷൻ രൂപീകരണത്തിന് സ്വീകരിച്ചത്. ആസൂത്രണ കമ്മീഷൻ നിലയിൽ വന്നത് 1950 മാർച്ച് 15. ആസൂത്രണ കമ്മീഷൻ നിലയിൽ വന്നത് 1950 മാർച്ച് 15. ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനം യോജന ഭവൻ, ന്യൂഡൽഹി. ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനം യോജന ഭവൻ, ന്യൂഡൽഹി. പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കിയിരുന്നത് ആസൂത്രണ കമ്മീഷൻ അഥവാ പ്ലാനിംഗ് കമ്മീഷൻ. പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കിയിരുന്നത് ആസൂത്രണ കമ്മീഷൻ അഥവാ പ്ലാനിംഗ് കമ്മീഷൻ. ആസൂത്രണ കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. ആസൂത്രണ കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. ആദ്യവും അവസാനവും. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. ആദ്യ കമ്മീഷനിലെ മറ്റംഗങ്ങൾ CD ദേശ്മുഖ്, VT കൃഷ്ണമാചാരി, GL മേത്ത, RK പാട്ടീൽ. ആദ്യ കമ്മീഷനിലെ മറ്റംഗങ്ങൾ CD ദേശ്മുഖ്, VT കൃഷ്ണമാചാരി, GL മേത്ത, RK പാട്ടീൽ. ആസൂത്രണ കമ്മീഷൻ്റെ അവസാനത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദി. ആസൂത്രണ കമ്മീഷൻ്റെ അവസാനത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദി. അവസാനത്തെ ഉപാധ്യക്ഷൻ മൊണ്ടേക് സിംഗ് അലുവാലിയ. അവസാനത്തെ ഉപാധ്യക്ഷൻ മൊണ്ടേക് സിംഗ് അലുവാലിയ. അവസാന മെമ്പർ സെക്രട്ടറി സിന്ധുശ്രീ ഗുള്ളർ. അവസാന മെമ്പർ സെക്രട്ടറി സിന്ധുശ്രീ ഗുള്ളർ. സമാന്തര ക്യാബിനറ്റ് ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല്. സൂപ്പർ ക്യാബിനറ്റ്, സാമ്പത്തിക ക്യാബിനറ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷൻ. സമാന്തര ക്യാബിനറ്റ് ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല്, സൂപ്പർ ക്യാബിനറ്റ്, സാമ്പത്തിക ക്യാബിനറ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷൻ. ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായി നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച വർഷം 2001. ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായി നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച വർഷം 2001. 2014 ഓഗസ്റ്റ് 17 പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കി. 2014 ഓഗസ്റ്റ് 17 പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കി. WTO നിലയിൽ വന്ന വർഷം. ഓപ്ഷൻസ് 1948, 1995, 1991, 1998. WTO നിലയിൽ വന്ന വർഷം. ആൻസർ 1995. ലോക വ്യാപാര സംഘടന. ലോക വ്യാപാര സംഘടന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO സ്ഥാപിതമായത് 1995 ജനുവരി 1. ലോക വ്യാപാര സംഘടന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO സ്ഥാപിതമായത് 1995 ജനുവരി 1. സംഘടനയുടെ ആസ്ഥാനം ജനീവ. സംഘടനയുടെ ആസ്ഥാനം ജനീവ. സംഘടനയുടെ അംഗസംഖ്യ 166. സംഘടനയുടെ അംഗസംഖ്യ 166. സംഘടനയുടെ ആസ്ഥാനം ജനീവ. ലോക വ്യാപാരവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ നിർമ്മിക്കുന്ന അന്തർദേശീയ സംഘടന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ലോക വ്യാപാരവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ നിർമ്മിക്കുന്ന അന്തർദേശീയ സംഘടനയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ലോക വ്യാപാര സംഘടന WTOയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന കരാർ ഗാട്ട്. ജനറൽ എഗ്രിമെൻറ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. ഗാട്ടിൻ്റെ പൂർണ്ണരൂപം ജനറൽ എഗ്രിമെൻറ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. ലോക വ്യാപാര സംഘടനയുടെ
മുൻഗാമി എന്നറിയപ്പെടുന്ന കരാറാണ് ഗാട്ട്. ഗാട്ട് ഒപ്പുവെച്ച വർഷം 1947 ഒക്ടോബർ 30. ഗാട്ട് ഒപ്പുവെച്ച വർഷം 1947 ഒക്ടോബർ 30. ഗാട്ട് നിലവിൽ വന്നത് 1948 ജനുവരി 1. ഗാട്ട് നിലവിൽ വന്നത് 1948 ജനുവരി 1. ലോക വ്യാപാര സംഘടനയുടെ സ്ഥാപക രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ലോക വ്യാപാര സംഘടനയുടെ സ്ഥാപക രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. WTO രൂപീകരിക്കുവാൻ കാരണമായ ഉച്ചകോടിക്ക് വേദിയായ നഗരം മാരക്കേഷ്, മൊറോക്കോ, 1994. WTO രൂപീകരിക്കുവാൻ കാരണമായ ഉച്ചകോടിക്ക് വേദിയായ നഗരം മാരക്കേഷ്, മൊറോക്കോയിലെ മാരക്കേഷിലാണ്. വർഷം 1994. ഇന്ത്യ WTOയിൽ അംഗമായതെന്ന് 1995 ജനുവരി 1. ഇന്ത്യ WTOയിൽ അംഗമായതെന്ന് 1995 ജനുവരി 1. WTOയിലെ 164ാമത്തെ അംഗം അഫ്ഗാനിസ്ഥാൻ 1948 ജൂലൈ 8 മുതൽ ഗാട്ടിലെ അംഗമാണ്. WTOയിലെ 160ാമത്തെ അംഗം 163ാമത്തെ അംഗം ലൈബീരിയ. 2016 ജൂലൈയിലാണ് ലൈബീരിയയ്ക്കും അഫ്ഗാനിസ്ഥാനും ഔദ്യോഗിക അംഗത്വം ലഭിച്ചത്. എൻഗോസി ഓക്കോൻജോ ഇവാല. എൻഗോസി ഓക്കോൻജോ ഇവാല WTOയുടെ 7ാമത്തെ ഡയറക്ടർ ജനറലാണ്. WTOയുടെ 7ാമത്തെ ഡയറക്ടർ ജനറൽ എൻഗോസി ഓക്കോൻജോ ഇവാല. ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയും ആദ്യ ആഫ്രിക്കൻ വ്യക്തിയുമാണ്. ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയും ആദ്യ ആഫ്രിക്കൻ വ്യക്തിയുമാണ്. WTOയുടെ 7ാമത്തെ ഡയറക്ടർ ജനറൽ. പേര് എൻഗോസി ഓക്കോൻജോ ഇവാല. WTOയുടെ 13ാമത് 2024 മിനിസ്റ്റീരിയൽ കോൺഫറൻസ് വേദി അബുദാബി, UAE. WTOയുടെ 13ാമത് 2024 മിനിസ്റ്റീരിയൽ കോൺഫറൻസ് വേദി അബുദാബി, UAE. WTOയുടെ 12ാമത്തെ മന്ത്രിതല സമ്മേളനം നടന്ന സ്ഥലം ജനീവ, 2022 ജൂൺ. WTOയുടെ 12ാം മന്ത്രിതല സമ്മേളനം നടന്ന സ്ഥലം ജനീവ, 2022 ജൂൺ. WTOയിൽ അവസാനം അംഗത്വം ലഭിച്ചത് കോമോറോസ്, ടിമോർ ലെസ്റ്റെ. WTOയിൽ അവസാന അംഗത്വം ലഭിച്ചത് കോമോറോസ്, ടിമോർ ലെസ്റ്റെ. ലോക വ്യാപാര സംഘടനയുടെ ഇന്ത്യൻ അംബാസഡർ 2024 അംബാസഡർ സെന്തിൽ പാണ്ഡ്യൻ. ലോക വ്യാപാര സംഘടനയുടെ ഇന്ത്യൻ അംബാസഡർ സെന്തിൽ പാണ്ഡ്യൻ. ലോകബാങ്കിൻ്റെ മറ്റൊരു പേര്. ഓപ്ഷൻസ്: IBRD, നബാർഡ്, IMF, RBI. നബാർഡ്, NABARD. ലോകബാങ്കിൻ്റെ മറ്റൊരു പേര് IBRD. ലോകബാങ്കിൻ്റെ മറ്റൊരു പേര് IBRD. ലോകബാങ്കിൻ്റെ മറ്റൊരു പേര് IBRD, ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ലോകബാങ്ക് നിലവിൽ വന്നത് 1944 ഡിസംബർ 27. ലോകബാങ്ക് നിലവിൽ വന്നത് 1944 ഡിസംബർ 27. പ്രവർത്തനം ആരംഭിച്ചത് 1946 ജൂൺ 25. പ്രവർത്തനം ആരംഭിച്ചത് 1946 ജൂൺ 25. ആസ്ഥാനം വാഷിംഗ്ടൺ DC. ആസ്ഥാനം വാഷിംഗ്ടൺ DC. അംഗസംഖ്യ 189. അംഗസംഖ്യ 189. ലോകബാങ്കിൻ്റെ ആപ്തവാക്യം ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിനു വേണ്ടി. ലോകബാങ്കിൻ്റെ ആപ്തവാക്യം ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിനു വേണ്ടി. ലോകബാങ്കിൻ്റെ ആപ്തവാക്യം ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിനു വേണ്ടി. ലോകബാങ്ക് പ്രസിഡന്റിനെ നാമനിർദ്ദേശം ചെയ്യുന്നത് അമേരിക്കൻ പ്രസിഡന്റ്. ലോകബാങ്ക് പ്രസിഡന്റിനെ നാമനിർദ്ദേശം ചെയ്യുന്നത് അമേരിക്കൻ പ്രസിഡന്റ്. ലോകബാങ്കിൻ്റെ ആദ്യ പ്രസിഡന്റ് യുജീൻ മേയർ. ലോകബാങ്കിൻ്റെ ആദ്യ പ്രസിഡന്റ് യുജീൻ മേയർ. ലോകബാങ്കിൻ്റെ 14ാമത്തെ പ്രസിഡന്റ് അജയ് ബംഗ, ഇന്ത്യൻ വംശജൻ. ഡേവിഡ് ആർ മാൽപാസ് രാജിവെച്ചതിനെ തുടർന്നാണ് അജയ് ബംഗ 14ാമത്തെ പ്രസിഡന്റായത്. ലോകബാങ്കിൻ്റെ 14ാമത്തെ പ്രസിഡന്റായത്. ഇന്ത്യൻ വംശജനാണ്. ലോകബാങ്കിൻ്റെ MD ആൻഡ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ CFO ആയി നിയമിതനായ ഇന്ത്യൻ വനിത അൻഷുള കാന്ത്. ലോകബാങ്കിൻ്റെ MD ആൻഡ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ CFO ആയി നിയമിതയായ ഇന്ത്യൻ വനിത അൻഷുള കാന്ത്.
ലോകബാങ്കിൻ്റെ 2022 GDP റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ സാമ്പത്തിക ശക്തിയുള്ള രാജ്യം ഇന്ത്യ, 1ാമത് അമേരിക്ക. ലോകബാങ്കിൻ്റെ 2022 GDP റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ സാമ്പത്തിക ശക്തിയുള്ള രാജ്യം ഇന്ത്യ, 1ാമത് അമേരിക്ക. ഓപ്ഷനിലൂടെ പോവുകയാണെങ്കിൽ അന്താരാഷ്ട്ര നാണയനിധി IMF നിലവിൽ വന്നത് 1944 SCRT പ്രകാരം 1945. അന്താരാഷ്ട്ര നാണയനിധി IMF നിലവിൽ വന്നത് 1944, SCRT പ്രകാരം 1945. ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് സുസ്ഥിരത കൈവരിക്കുവാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുകയും സമ്പദ് വ്യവസ്ഥയിലുണ്ടാകുന്ന സങ്കീർണതകളിൽ ഇടപെടുകയും ചെയ്യുന്ന UN ഏജൻസി IMF, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് സുസ്ഥിരത കൈവരിക്കുവാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുകയും സമ്പദ് വ്യവസ്ഥയിലുണ്ടാകുന്ന സങ്കീർണതകളിൽ ഇടപെടുകയും ചെയ്യുന്ന UN ഏജൻസി IMF, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ബ്രെട്ടൺ വുഡ്സ് ഇരട്ടകൾ എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര സംഘടനകൾ: ലോകബാങ്ക്, IBRD, അന്താരാഷ്ട്ര നാണയനിധി IMF. ബ്രെട്ടൺ വുഡ്സ് ഇരട്ടകൾ എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര സംഘടനകളാണ് ലോകബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി. ബ്രെട്ടൺ വുഡ്സ് ഇരട്ടകൾ എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര സംഘടനകൾ: ലോകബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്ക് നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. നബാർഡിൻ്റെ പൂർണ്ണരൂപം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്കാണ്. നബാർഡ് രൂപീകൃതമായത് 1982 ജൂലൈ 12. നബാർഡ് രൂപീകൃതമായത് 1982 ജൂലൈ 12. ഇന്ത്യയിൽ റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് 1935 ഏപ്രിൽ 1. ഇന്ത്യയിൽ റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് 1935 ഏപ്രിൽ 1. റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ച വർഷം 1949 ജനുവരി 1. റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ച വർഷം 1949 ജനുവരി 1. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാനുണ്ടായ കാരണങ്ങൾ: ഗൾഫ് യുദ്ധം, വിദേശ നാണയ കരുതൽ ശേഖരത്തിൻ്റെ കുറവ്, ഉയർന്ന ഫിസിക്കൽ കമ്മി, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്. ആൻസർ എല്ലാം ശരിയാണ് എന്നതാണ് ആൻസർ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇന്ത്യയിൽ 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാനുണ്ടായ കാരണങ്ങൾ: ഗൾഫ് യുദ്ധം, വിദേശ നാണയ കരുതൽ ശേഖരത്തിൻ്റെ കുറവ്, ഉയർന്ന ഫിസിക്കൽ കമ്മി, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്. ഇത് എല്ലാം ശരിയാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പിന്തുടർന്ന് മുതലാളിത്തത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും നല്ല വശങ്ങൾ ഇടകലർന്ന ഒരു മിശ്ര സമ്പദ്ഘടനയാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പിന്തുടർന്നത് മുതലാളിത്തത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും നല്ല വശങ്ങൾ ഇടകലർന്ന ഒരു മിശ്ര സമ്പദ്ഘടനയാണ്. എന്നാൽ 1980കളിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമതയില്ലാത്ത ഭരണനിർവഹണം ഇന്ത്യയെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിച്ചു. കൂടാതെ 1991 ഇന്ത്യ വിദേശ കടവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കേണ്ടി വരികയും വിദേശ നാണയ കരുതൽ ശേഖരം പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്തു. 1991 ഗൾഫ് യുദ്ധവും ധനനയത്തിലെ അപാകത മൂലമുള്ള ഉയർന്ന ധനകമ്മിയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവും നിത്യോപയോഗ സാധനങ്ങളുടെ വില വൻതോതിൽ വർദ്ധിച്ചതും പുതിയ നയം രൂപീകരിക്കുന്നതിലേക്ക് നയിച്ചു. പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ലക്ഷ്യം സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കാനും തടസ്സങ്ങൾ നീക്കി കൂടുതൽ വ്യാവസായിക വളർച്ച സൃഷ്ടിക്കുകയുമാണ്. പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ലക്ഷ്യം സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കുവാനും തടസ്സങ്ങൾ നീക്കി കൂടുതൽ വ്യാവസായിക വളർച്ച സൃഷ്ടിക്കുകയുമാണ്. പുത്തൻ സാമ്പത്തിക നയങ്ങളെ പൊതുവെ രണ്ടായി തരംതിരിക്കാം: സുസ്ഥിരമാക്കൽ നടപടികൾ, ഘടനാപരമായ പരിഷ്കാരങ്ങൾ. പുത്തൻ സാമ്പത്തിക നയങ്ങളെ പൊതുവെ രണ്ടായി തരംതിരിക്കാം: സുസ്ഥിരമാക്കൽ നടപടികൾ, ഘടനാപരമായ പരിഷ്കാരങ്ങൾ. സുസ്ഥിരമാക്കൽ നടപടികൾ ഹ്രസ്വകാല നടപടികളാണ്. സുസ്ഥിരമാക്കൽ നടപടികളുടെ ലക്ഷ്യങ്ങൾ അടവുശിഷ്ടത്തിലെ കമ്മി പരിഹരിക്കുക, പണപ്പൊരുത്തം നിയന്ത്രിക്കുക,
വിദേശ നാണ്യശേഖരം നിലനിർത്തുക. വിലക്കയറ്റം നിയന്ത്രണ വിധേയമാക്കുക. ഘടനാപരമായ പരിഷ്കരണ നയങ്ങൾ ദീർഘകാല നടപടികളാണ്. ഘടനാപരമായ പരിഷ്കരണങ്ങളുടെ ലക്ഷ്യങ്ങൾ: സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക. വിവിധ മേഖലകളിലെ തടസ്സങ്ങൾ ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയുടെ അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക. ഘടനാപരമായ പരിഷ്കരണങ്ങളുടെ ലക്ഷ്യങ്ങൾ: സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക. വിവിധ മേഖലകളിലെ തടസ്സങ്ങൾ ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയുടെ അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക. പി വി നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത്. പി വി നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത്. ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ സമയത്തെ കേന്ദ്ര ധനകാര്യ വകുപ്പ്. ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ സമയത്തെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി. ഘടനാപരമായ പരിഷ്കരണ നയങ്ങൾക്കനുസൃതമായി ഗവൺമെൻറ് തുടങ്ങിവെച്ച പുത്തൻ സാമ്പത്തിക നയങ്ങളാണ് LPG: ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഘടനാപരമായ പരിഷ്കരണ നയങ്ങൾക്കനുസൃതമായി ഗവൺമെൻറ് തുടങ്ങിവെച്ച പുത്തൻ സാമ്പത്തിക നയങ്ങളാണ് LPG: ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ.